സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ചില സർക്യൂട്ടുകൾ, കപ്പാസിറ്റർ വരുന്ന സർക്യൂട്ടുകൾ, അവയുടെ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ തുടങ്ങിയ മോഡൽ ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നു രണ്ട് കപ്പാസിറ്ററുകൾ, 20 മൈക്രോ ഫാരഡുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് തന്നിരിക്കുന്നു. ഡു എ ഡയഗ്രം ടു ഗെറ്റ് 40 മൈക്രോ ഫാരഡ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. You are given two capacitors of capacitance 20 microfarad each. Draw a diagram to get 40 microfarad effective capacitance. നമുക്ക് 20 മൈക്രോഫാരഡിൻ്റെ രണ്ട് കപ്പാസിറ്ററുകൾ തന്നിരിക്കുന്നു. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 40 മൈക്രോഫാരഡ് കിട്ടുന്ന രീതിയിൽ അവയെ കണക്ട് ചെയ്യുക. ആ കണക്ഷൻ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, 20 മൈക്രോഫാരഡിൻ്റെ രണ്ട് കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ 40 മൈക്രോഫാരഡ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടണമെങ്കിൽ നമുക്കവയെ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യണം. C1 C2 20 മൈക്രോഫാരഡാണ്. 40 മൈക്രോഫാരഡ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടാൻ പാരലൽ കോമ്പിനേഷനിൽ അവയെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇപ്രകാരമായിരിക്കും. Two capacitors of capacitance 4 microfarad and 6 microfarad are connected in series, and a third capacitor of 2.4 microfarad is connected parallel to this combination. Calculate effective capacitance. 4 മൈക്രോഫാരഡിൻ്റെയും 6 മൈക്രോഫാരഡിൻ്റെയും രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 2.4 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഇതിന് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ തന്നിരിക്കുന്നു. ഫസ്റ്റ് കപ്പാസിറ്റർ ഇത് 4 മൈക്രോഫാരഡാണ്, 4 മൈക്രോഫാരഡ്. സെക്കൻഡ് കപ്പാസിറ്റർ 6 മൈക്രോഫാരഡ് ആൻഡ് ദ തേർഡ് വൺ 2.4 മൈക്രോഫാരഡ്. സർക്യൂട്ട് ഡയഗ്രാം ശ്രദ്ധിക്കാം. 4 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററും 6 മൈക്രോഫാരഡും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കോമ്പിനേഷന് പാരലലായിട്ടാണ് 2.4 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ തന്നിരിക്കുന്ന സീരീസ് ആയിട്ടുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആദ്യം കണ്ടുപിടിക്കുന്നു. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡിൻ്റെയും 6 മൈക്രോഫാരഡിൻ്റെയും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആദ്യം കണ്ടുപിടിക്കുന്നു. ആ വാല്യൂ പിന്നെ 2.4 മൈക്രോഫാരഡ് ഉണ്ട്, അവ തമ്മിൽ പാരലലായിട്ടുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നു. നോക്കാം. ആദ്യം നമുക്ക് 1.4 മൈക്രോഫാരഡ് 6 മൈക്രോഫാരഡ് ഈ കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 1/4 പ്ലസ് 1/6, അതായത് 1/C1 പ്ലസ് 1/C2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്. 1/4 പ്ലസ് 1/6 ഇസ് ഈക്വൽ ടു 6 പ്ലസ് 4 ഡിവൈഡ് ബൈ 24. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.416 മൈക്രോഫാരഡ് ലഭിക്കും. അപ്പോൾ രണ്ട് കപ്പാസിറ്ററുകൾ, ആദ്യത്തെ രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.416 മൈക്രോഫാരഡ്. ഇനി ഈ കിട്ടിയിരിക്കുന്ന ഇവിടെ രണ്ട് കപ്പാസിറ്ററുകൾ ഉണ്ടായിരുന്നു. അവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് 0.416 മൈക്രോഫാരഡ്. അവയും പിന്നെ തേർഡ് കപ്പാസിറ്റർ 2.4 മൈക്രോഫാരഡ് ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ടും പാരലലായിട്ടാണ് ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. പാരലൽ കോമ്പിനേഷനിൽ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2.4 പ്ലസ് 0.416 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2.816 മൈക്രോഫാരഡ് നമുക്ക് ലഭിക്കും. ഇതാണ് ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. Two capacitors are connected as shown in figure. If the effective capacitance of this combination is 4 microfarad, calculate value of C. രണ്ട് കപ്പാസിറ്റേഴ്സ് തന്നിരിക്കുന്നു. ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണ്. അങ്ങനെയെങ്കിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ തന്നിട്ടുണ്ട്, സർക്യൂട്ടിനകത്ത് തന്നിട്ടുണ്ട്. ഇത് 20 മൈക്രോഫാരഡ്. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 മൈക്രോഫാരഡ്.
സെക്കൻഡ് കപ്പാസിറ്ററിന്റെ വാല്യൂ സി എന്നാണ് തന്നിരിക്കുന്നത്. സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4 മൈക്രോ ഫാരഡാണ് തന്നിട്ടുണ്ട്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ വാല്യൂ നമ്മളോട് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ്റെ അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി എസ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ ലെറ്റ് സി എസ് ബി ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ദെൻ ഇക്വേഷൻ എന്താണ്? 1/CS ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ഇതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സി എസിന്റെ വാല്യൂ, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ 4 മൈക്രോ ഫാരഡ് ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ വാല്യൂ 20 മൈക്രോ ഫാരഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് കപ്പാസിറ്റർ സി ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. സി എസിന്റെ വാല്യൂ 4 ആയതിനാൽ 1/4 ഈസ് ഈക്വൽ ടു 1/20 പ്ലസ് 1/C എന്ന്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് ഈ 1/20യും കൂടെ നമ്മൾ അതർ സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ 1/C ഈസ് ഈക്വൽ ടു 1/4 മൈനസ് 1/20 എന്ന് ലഭിക്കും. 1/C ഈസ് ഈക്വൽ ടു 1/4 മൈനസ് 1/20. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/C ഈസ് ഈക്വൽ ടു 4/20 എന്ന് കിട്ടും. 1/C ഈസ് ഈക്വൽ ടു 4/20. therefore C ഈസ് ഈക്വൽ ടു 20/4. അതുകൊണ്ട് സിയുടെ വാല്യൂ നമുക്ക് 5 മൈക്രോ ഫാരഡ് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന കോമ്പിനേഷൻ്റെ അകത്ത് ഈ സിയുടെ വാല്യൂ നമുക്ക് ലഭിക്കും 5 മൈക്രോ ഫാരഡ് എന്നാണ് ലഭിക്കുന്നത്. ഫൈൻഡ് ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ഗിവൺ സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഫസ്റ്റ് കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 6/5 മൈക്രോ ഫാരഡ് എന്നാണ് തന്നിരിക്കുന്നത്. 6/5 മൈക്രോ ഫാരഡ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാരലൽ കോമ്പിനേഷൻ്റെ അകത്തെ കപ്പാസിറ്ററുകൾ 4 മൈക്രോ ഫാരഡും 12 മൈക്രോ ഫാരഡുമാണ്. ഇനി സെക്കൻഡ് പാരലൽ കോമ്പിനേഷൻ്റെ അകത്ത് 3 മൈക്രോ ഫാരഡും 6 മൈക്രോ ഫാരഡുമാണ്. അങ്ങനെയെങ്കിൽ ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നോക്കുക, ഈ ഫസ്റ്റ് പാരലൽ സർക്യൂട്ട് നോക്കുക. ഇവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുക. പാരലൽ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതിയാവും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ഇതിനെ നമ്മൾ C1 എന്നും ഇത് C2 എന്നും കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് C1 പ്ലസ് C2, അപ്പോൾ അത് കിട്ടും 12 പ്ലസ് 4 മൈക്രോ ഫാരഡ് ലഭിക്കും. അതുപോലെ സെക്കൻഡ് കോമ്പിനേഷൻ്റെ അകത്ത് എന്ത് കിട്ടും? 3 പ്ലസ് 6 എന്ന് കിട്ടും, 9 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വാല്യൂ എത്രയാണ്? 16 മൈക്രോ ഫാരഡ് എന്നും ഇവിടെ 9 മൈക്രോ ഫാരഡ് എന്നും ലഭിക്കും. അപ്പോൾ നിലവിലുള്ള കപ്പാസിറ്റൻസ് നോക്കുക. ഏതൊക്കെ 3 കപ്പാസിറ്റേഴ്സ് ആണ് ഈ സർക്യൂട്ടിലുള്ളത്? 6/4 മൈക്രോ ഫാരഡ് ഉണ്ട്, ഇവിടെ ഒരു 16 മൈക്രോ ഫാരഡ് ഉണ്ട്, ഇവിടെ ഒരു 9 മൈക്രോ ഫാരഡ് ഉണ്ട്. നോക്കുക, ഇനി ഈ 3 സർക്യൂട്ടുകൾ നോക്കുക, 3 കപ്പാസിറ്ററുകൾ നോക്കുക. ഇത് ഫസ്റ്റ് കപ്പാസിറ്റർ 6/4, ഇത് 16 മൈക്രോ ഫാരഡ് ആൻഡ് 9 മൈക്രോ ഫാരഡ്. ഇത് 3 ഇപ്പോൾ സീരീസ് കോമ്പിനേഷനിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് പാരലൽ സർക്യൂട്ടിലെ C is equal to C1 plus C2, അതായത് 4 plus 12 16 മൈക്രോ ഫാരഡ് ലഭിച്ചു. Then effective capacitance in second parallel circuit C is equal to C3 plus C4 6 plus 3 9 മൈക്രോ ഫാരഡ് ലഭിച്ചു. Now the circuit becomes, ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സർക്യൂട്ട് ഇങ്ങനെയാണ്: 6/4 മൈക്രോ ഫാരഡ്, 16 മൈക്രോ ഫാരഡ്, 9 മൈക്രോ ഫാരഡ്. ഇനി ഇത് നോക്കാം, ഇത് മൂന്നും ഇപ്പോൾ സീരീസ് കോമ്പിനേഷനിലാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനായിട്ട് നമ്മൾ എഴുതാൽ മതി 1/C is equal to ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ വാല്യൂ 6/5 ആണ്, പ്ലസ് 1/16 പ്ലസ് 1/9. ഇനി നോക്കാം, 1 ഡിവൈഡ് ബൈ 6/5 എന്ന് പറഞ്ഞാൽ 5/6 ആണ്, പ്ലസ് 1/16 പ്ലസ് 1/9. LCM എടുത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.006944 എന്നാണ് ലഭിക്കുന്നത്. അത് 1/Cയുടെ വാല്യൂ ആണ്. therefore C is equal to 0.99 മൈക്രോ ഫാരഡ് ലഭിക്കും. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് കിട്ടി 0.99 മൈക്രോ ഫാരഡ്. ഫൈൻഡ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ. തന്നിരിക്കുന്ന സർക്യൂട്ടിൻ്റെ അകത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ A, B എന്ന് പറയുന്ന 2 പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകൾക്കിടയിൽ ഇവിടെ പാരലലായിട്ട് 3 കപ്പാസിറ്ററുകളും അതിന് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്ററും തന്നിട്ടുണ്ട്.
നോക്കാം. ആദ്യം നമ്മൾ ഈ പാരലൽ കോമ്പിനേഷൻ സിംപ്ലിഫൈ ചെയ്യുവാണ്. എന്ത് ചെയ്താൽ മതിയാവും? പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. 2 + 3 + 5 10 മൈക്രോ ഫാരഡ്. അപ്പം ഈ കോമ്പിനേഷന് എക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 10 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. വീണ്ടും ഒരു 10 മൈക്രോ ഫാരഡ്. അപ്പം സീരീസ് ആയിട്ടുള്ള രണ്ട് 10 മൈക്രോ ഫാരഡ് സർക്യൂട്ടുകൾ നമുക്ക് ലഭിക്കും. 10 മൈക്രോ ഫാരഡ് 10 മൈക്രോ ഫാരഡ്. ഇനി അവയുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടാൽ മതിയാവും. എന്താണ്? 1/C = 1/10 + 1/10. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20/100 എന്ന് കിട്ടും. 1/Cയുടെ വാല്യൂ 20/100 ആണ്. അതുകൊണ്ട് C = 100/20 5 മൈക്രോ ഫാരഡ് ഉണ്ട്. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയിൽ നമുക്ക് ലഭിക്കുന്ന എന്നും ബിക്കും ഇടയിൽ നമുക്ക് ലഭിക്കുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 5 മൈക്രോ ഫാരഡ് ആയിരിക്കും. പ്രോബ്ലംസ് തനിയെ ആൻസർ ചെയ്ത് പഠിക്കുക. താങ്ക് യു.